ഹായ് ഹലോ, ഞാൻ ആഷ. ഇന്നത്തെ വീഡിയോ ഒരു ഡ്രിങ്കിൻ്റേതാണ്. തണ്ണിമത്തൻ വെച്ചിട്ട് നമുക്ക് വിശപ്പിനും ദാഹത്തിനൊക്കെ ആയിട്ട് ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തണ്ണിമത്തൻ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. കത്തിയും കൊണ്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഒരു ബൗളിലിട്ടിട്ട് കത്തിയും കൊണ്ടോ നല്ല ഷാർപ്പ് കയ്യിലും കൊണ്ടോ ഇങ്ങനെ കുത്തിയിട്ട് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പാലും പഞ്ചസാര ഇടണം, ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്. ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതേപോലെ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പഞ്ചസാര ആണെങ്കിലും ഈ സമയത്ത് തന്നെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര ഇടുമ്പോൾ പാല് നന്നായി കുറുക്കിയെടുക്കണം. ഒരു കപ്പ് പാലൊക്കെ നമ്മൾ മുക്കാൽ കപ്പാക്കിയിട്ട് കുറച്ച് അത്രയും കുറുക്കിയെടുക്കണം. എന്നിട്ട് തണുപ്പ് മാറ്റിയിട്ട് ഒഴിക്കണം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 3 ടീസ്പൂണ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇത്രയും തണ്ണിമത്തന് ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മൾക്ക് പാലൊഴിക്കാം. പാലൊഴിച്ച് അത് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളെ ഡ്രിങ്ക് റെഡിയാണ്. ഞാനിതിൽ പാല് കാച്ചി തണുപ്പിച്ച പാലാണ്. നമ്മൾ പാലൊക്കെ മേടിച്ച് കാച്ചിയിട്ട് അതിനെ ആറി ഫ്രീസറിൽ വെച്ച് നല്ല തണുപ്പിച്ച പാലാണ്. തണ്ണിമത്തന് നല്ല തണുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ പാലാണെങ്കിൽ പാല് നല്ല കുറുക്കിയെടുത്തിട്ട് പിന്നെ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടാം. അപ്പോൾ ഇത് നല്ല ഇങ്ങനെ നമ്മൾക്ക് ടീസ്പൂൺ കൊണ്ട് കോരിയെടുക്കുന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, പഞ്ചസാര ഇടുമ്പോൾ പാല് നല്ല കുറുക്കിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.